ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓർക്കിഡ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നല്ല ഉപകാരമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. എല്ലാ വീഡിയോ ആയിട്ട് വരുമ്പോൾ ഞാൻ ഇതന്നെ പറയാമല്ലേ. അപ്പോൾ ഇന്ന് തികച്ചും എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ തന്നെയാണ്. എല്ലാവർക്കും ഓർക്കിഡ് ഇഷ്ടപ്പെടാൻ എന്താ കാരണം, അതിൽ നന്നായിട്ട് ഫ്ലവർ നല്ല വലിയ സ്പൈക്കായിരിക്കും. അതിൻ്റെ ഫ്ലവർ 3 മാസത്തോളം മിനിമം, എന്തായാലും 3 മാസം 2.5 മാസം തികച്ചു നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വളരെ ആശിച്ച് മോഷിച്ചിട്ടാണ് ഓരോ പ്രാവശ്യവും നമുക്ക് ഈ ഓർക്കിഡിൽ ഫ്ലവർ ഉണ്ടാവുന്നത്. അത് വിരിഞ്ഞിങ്ങനെ തുടങ്ങി വരുമ്പോഴേക്കും തന്നെ മൊട്ടാവുമ്പോൾ തന്നെ അത് പ്രാണികൾ വന്ന് കഴിച്ച് നമുക്കത് വിരിഞ്ഞ് കാണാൻ പറ്റാറേ ഇല്ല. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓർക്കിഡ് വളർത്തുന്ന എല്ലാവർക്കും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ പല വിധത്തിലുള്ള ഇതും ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും മുഴുവനായിട്ട് ഏൽക്കാറില്ല. അപ്പോൾ അതിന് ഒരു പ്രാവശ്യം നമ്മൾ 3 പ്രാവശ്യമായിട്ട് ഒരൊറ്റ ഈ ഒരു സ്പൈക്കിൽ 3 പ്രാവശ്യം ഇടവിട്ട് 3 ദിവസം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പെസ്റ്റിസൈഡായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളിത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും നിങ്ങൾ മറ്റൊന്നും മാറ്റിയിട്ട് ഉപയോഗിക്കേണ്ടി വരില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞ് കാണിച്ച് തരുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നാലേ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ഒരു പെസ്റ്റിസൈഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന സമയത്ത് ചിലരൊക്കെ ചോദിക്കുന്നതാണ് ഇത് ഒച്ചിന് പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഒച്ച വരാതിരിക്കാനാണ് ഞാൻ മെറ്റലിൽ കോട്ട് ചെയ്യുന്ന രീതികൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും നല്ലതാണ് ഒച്ചിൻ്റെ ഒരു ശല്യം. ഈ ഒരു എത്ര കാലം നമ്മൾ വളർത്തിയാലും നമുക്ക് ഒച്ചിൻ്റെ ശല്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മെറ്റലിൽ മാത്രം പോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇവിടെ എൻ്റെ പ്ലാന്റിൽ ഒന്നും ഒച്ച് വരാത്തതുകൊണ്ട് ഇത് ഒച്ചിന് പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ബാക്കിയുള്ള എല്ലാ പ്രാണികൾക്കും എല്ലാ ഇത് നമ്മൾ ഈ ഒരു പ്ലാന്റിൽ വരുന്ന ലീഫിലൊക്കെ വരുന്ന എല്ലാ പ്ലാന്റ്സിൻ്റെ പ്രശ്നങ്ങൾക്കും ഈ ഒരു ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒച്ചിൻ്റെ കാര്യം ഞാൻ ഇതുവരെ ഒച്ച് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് അത് വരുന്നുണ്ടോയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബാക്കിയുള്ള എല്ലാറ്റിനും നല്ല ഉപകാരമുള്ളൊരു പെസ്റ്റിസൈഡ് തന്നെയാണിത്. അപ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് ഇപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ പ്ലാന്റ്സിൻ്റെ സൈസാണ്. നമുക്ക് ഡെൻഡ്രോബിയം കോംബോ പാക്കായിട്ട് കൊടുക്കുന്നതിൻ്റെ പ്ലാന്റ്സിൻ്റെ സൈസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ റെയർ വെറൈറ്റി മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. റെയർ വെറൈറ്റിയുടെ ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും പ്ലാന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുക്കാം, അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വെറൈറ്റി വരുന്നത് ഹൈബ്രിഡാണ്. അത് കാരണം നല്ല സൈസ് വരില്ല. നമ്മൾ നോർമൽ വെറൈറ്റിയുടെ അത്ര സൈസ് വരുന്നില്ല. പ്ലാന്റ് വളരെ ചെറുതായിരിക്കും. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് 2 മാസത്തോളം വളർത്തിയിട്ടുള്ള പ്ലാന്റാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കാനുള്ളത്. അപ്പോൾ നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുള്ള നല്ല പ്ലാന്റ്സാണ്. വാങ്ങിയവരൊക്കെ നല്ല ഹാപ്പിയാണ്. അപ്പോൾ അതുപോലെ നമ്മൾ നന്നായിട്ട് നനയ്ക്കുന്നതും അതുപോലെ വളങ്ങളൊക്കെ കൊടുക്കുന്ന നല്ല പ്ലാന്റാണ് എല്ലാം. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി വാട്സപ്പിൽ. അല്ല, മെസ്സേജ് അയക്കാൻ ബുദ്ധിമുട്ടുള്ള അമ്മമാർക്ക് കോൾ ചെയ്യുക, അല്ലാത്തവരൊക്കെ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഡെൻഡ്രോബിയത്തിന് മാത്രമല്ല, നമുക്ക് ഫെല്ലോപ്സിനും അതുപോലെ തന്നെ അഡീനത്തിനൊക്കെ ഈ ഒരു പെസ്റ്റിസൈഡ് ഉപയോഗിക്കാവുന്നതാണ്. അഡീനത്തിൻ്റെ മുട്ട് കൊഴിയുന്ന പ്രശ്നം ഒരുപാട് ആൾ പറയുന്നതാണ്. അപ്പോൾ അവരൊക്കെ നമ്മളിരുന്നത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വാങ്ങിയവർ തന്നെ 3ഉം 6ഉം ഒക്കെ പോട്ട് വാങ്ങി വെക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഇതിന് നല്ല റിസൾട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനും ഇതൊക്കെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ മുമ്പൊക്കെ എൻ്റെ അടുത്തുള്ള പ്ലാന്റ്സിലൊക്കെ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്പൈക്ക് വലിയ സ്പൈക്ക് വരും, പക്ഷെ അതെല്ലാം പ്രാണികൾ കഴിച്ചിട്ട് ചെറിയ ഫ്ലവർ 3ഓ 4ഓ കൂടുതൽ ഫ്ലവർ എനിക്ക് വരാറില്ല. അതെല്ലാം നശിപ്പിച്ച് പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു പെസ്റ്റിസൈഡ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇതിൽ റിസൾട്ട് കാണിച്ചു തരാം. എല്ലാറ്റിലും സ്പൈക്കിൻ്റെ ഫുള്ളായിട്ടിൽ തന്നെ മുട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ അടിച്ചു കൊടുക്കുന്ന സമയത്ത് വരുന്നതിനനുസരിച്ചിട്ട് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് കൊടുക്കുന്ന സമയത്ത് ആ മുട്ട് നന്നായി വലുതായി വന്നാൽ പിന്നെ അതിന് അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ തൂമ്പെന്ന് അതിൻ്റെ സ്പൈക്കിൻ്റെ അറ്റത്തുനിന്ന് വീണ്ടും വീണ്ടും ചെറിയ സ്പൈക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ചെറിയ മുട്ടുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ മുട്ടിന് വീണ്ടും ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. താഴേക്ക് പിന്നീട് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കത് എത്രത്തോളം മുട്ടാണ് വരുന്നത് അതിനനുസരിച്ചിട്ട് ഒന്നുപോലും നാശമാവാണ്ട് എല്ലാം നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ, വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അടുത്തുള്ളതൊക്കെ നമ്മളിത് അടിച്ചു കൊടുത്തതിന് ശേഷമുള്ള മാറ്റങ്ങളാണ്. ഒരു ഫ്ലവർ പോലും കൊഴിയാതെ നല്ല ഭംഗിയായിട്ടെല്ലാം വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ മുമ്പ് ഭയങ്കര ടെൻഷനായിരുന്നു. ഓരോ പ്രാവശ്യം മുട്ട് ആശിച്ചിട്ടാണ് വരിക. ആ ഒരു മുട്ട് വന്നാൽ അതുപോലെ തന്നെ അത് വിരിയുന്നതിൻ്റെ മുമ്പേ മുഴുവൻ നശിപ്പിച്ച് കളയും. ഞാൻ വെളുത്തുള്ളിയുടെ അതൊക്കെ അടിച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളിയും
പച്ചമുളകും കൂടെ നന്നായിട്ട് അടിച്ചിട്ട് പ്രാണികൾ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പല മാർഗ്ഗങ്ങളും ചെയ്ത് നോക്കിയിട്ടും ഒന്നും സക്സസ് ആയിരുന്നില്ല. ഈ ഒരു ഇത് നല്ല ഉപകാരമായിരുന്നു. ഒരു മുട്ട് പോലും കൊഴിയാതെ ഇപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. നല്ല റിസൾട്ടാണ്. എപ്പോഴും നമുക്ക് ഓർക്കിഡിൻ്റെ ഫ്ലവർ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പോട്ട് വരുന്നത്. നമ്മൾ നോർമൽ സ്പ്രേ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത്. നമ്മൾ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. നമുക്ക് ആവശ്യത്തിനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിത് അടച്ചിട്ട് നല്ല തണലുള്ളൊരു ഭാഗത്ത്, നല്ല തണുപ്പുള്ളൊരു ഭാഗത്ത് ഒന്ന് വെച്ചാൽ മതി. പിന്നെ നമ്മൾ വൈകിട്ട് 5 മണിക്ക് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഇന്ന് സ്പ്രേ ചെയ്താൽ നാളെ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ അടുത്ത ദിവസം അങ്ങനെ 3 പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ നെയിം വരുന്നത് പെസ്റ്റ് റിപ്പല്ലൻ്റ് എന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പുറത്തുനിന്നൊന്നും വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ല, നമ്മൾ തന്നെയാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ തന്നെ നിങ്ങൾ പെസ്റ്റിസൈഡ് വേണമെന്നൊന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങിയവരൊക്കെ വീണ്ടും വാങ്ങുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് സ്റ്റോക്ക് തീരുന്നുണ്ട്. അപ്പോൾ മുമ്പേ ഓർഡർ എടുത്തിട്ട് അതിനനുസരിച്ച് മാത്രമാണ്, കുറച്ച് മുമ്പേ ഓർഡർ എടുത്താൽ മാത്രമാണ് അതിനനുസരിച്ചിട്ട് അവർ റെഡിയാക്കി തരുന്നത്. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുമ്പേ തന്നെ ഓർഡർ തന്നാൽ അപ്പോൾ നമ്മളൊരു 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. നമുക്കെപ്പോഴും ഒരുപാട് പ്ലാന്റുകൾ വളർത്തുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒരു ഡയലൂട്ട് ചെയ്ത് നമുക്കൊരു പെസ്റ്റിസൈഡ് കിട്ടുകയാണെങ്കിൽ അതിൽ ഡയലൂട്ട് ചെയ്ത് അത് സ്പ്രേ ബോട്ടിലാക്കി അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഈസിയാണിത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 2-3 ദിവസം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പിന്നീട് നമുക്ക് അതിലേക്ക് നോക്കേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പെസ്റ്റിസൈഡിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന രീതികളൊക്കെ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മലയാളത്തിൽ തന്നെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ആയാലും അത് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊന്നും ബുദ്ധിമുട്ട് വരില്ല. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി. പിന്നെ തണലിൽ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പ്ലാന്റ് നനഞ്ഞിരിക്കുന്ന സമയത്ത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. അതുപോലെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം അന്ന് നനയ്ക്കാനും പാടില്ല. പിറ്റേ ദിവസം മാത്രം നനച്ചു കൊടുക്കുക. പിന്നെ പറയാനുള്ളത് നമുക്ക് വന്നൊരു കമൻറ്റിനെ പറ്റിയിട്ടാണ്. ഇന്നലെ വൈകിട്ടാണ് ഒരു അമ്മ കമൻറ്റ് ഇടുന്നത്. അവർ നമ്മൾ 20 പ്ലാന്റ് വാങ്ങി, എന്നിട്ട് അതിൽ 3 കളർ ഒരുപോലെ വിരിഞ്ഞെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്കത് അവർ കറക്റ്റാണ്, സത്യമാണ് അവർ പറയുന്നത്. നമ്മളിരുന്ന് പ്ലാന്റ് വാങ്ങിയിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ വീഡിയോയിൽ വന്ന് കമൻറ്റ് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ നമ്മളിരുന്ന് തന്നെയാണോ വാങ്ങിയത് അതോ വെറുതെ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇട്ടതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവരോട് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. നമ്മളിരുന്ന് പ്ലാന്റ് വാങ്ങുന്നവരൊക്കെ നമ്മളായിട്ട് സ്ഥിരമായിട്ട് കോൺടാക്ട് ചെയ്യും, സംസാരിക്കുന്നതാണ്. അപ്പോൾ അവർ അങ്ങനെ ഒരു കളർ ഒരേപോലത്തെ 3 എണ്ണം വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളോട് ചാറ്റ് ചെയ്ത നമ്പറിൽ വന്ന് സംസാരിക്കേണ്ടതാണ്. അവർക്ക് കാര്യം പറയാം. നമ്മൾ പ്ലാന്റ് വേറെ മാറ്റി കൊടുക്കാറുണ്ട്. 2-3 ആൾ എന്നോട് ഇതുപോലെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. പ്ലാന്റ് കളർ മാറി എന്ന് പറഞ്ഞ്, ഫ്ലവർ മാറിയിട്ടുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവരോട് അടുത്തതും കൂടെ ഒക്കെ വിരിഞ്ഞിട്ട് പറയുമെന്ന് പറഞ്ഞിട്ട് വേറെ അവർക്ക് അയച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 ആളാണ് നമ്മളോട് ഇത്രയും കാലത്തിലിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ നമ്പർ ഞാൻ നിങ്ങൾക്ക് കമൻറ്റിന് മറുപടി തന്നിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ആ ഓർഡർ ചെയ്ത നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളോട് സംസാരിക്കാമല്ലോ. അതുപോലെ കുറേ മുമ്പ് നമുക്ക് ഇതുപോലെ ഒരു കമൻറ്റ് വന്നു, നമ്മളിരുന്ന് പ്ലാന്റ് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു പേര് നോക്കിയപ്പോൾ അങ്ങനെ ഒരാൾ നമ്മളിരുന്ന് പ്ലാന്റ് വാങ്ങിയിട്ടില്ല. അപ്പോൾ അവരോട് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ചാറ്റ് ചെയ്ത നമ്പറിൽ വരുമെന്ന്. പക്ഷേ അവർ ഇന്ന് വരെ നമ്മളോട് വന്ന് സംസാരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കമൻറ്റാണോ ഇത് വരുന്നത് നമുക്ക് അറിയില്ലല്ലോ. പിന്നെ ഞാനിപ്പോൾ കൊടുക്കുന്നതെല്ലാം വിത്ത് ടാഗ് ഉള്ളതാണ്. ടാഗില്ലാത്ത പ്ലാന്റ് ഞാൻ എടുക്കാനേ പോകുന്നില്ല. അപ്പോൾ വിത്ത് ടാഗുള്ള പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടാഗുള്ള പ്ലാന്റ് കൊടുത്തിട്ട് ഇവർക്ക് ഒരേ കളർ എങ്ങനെ വന്നതെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ കമൻസിൽ വരുമ്പോൾ എത്രത്തോളം നമുക്ക് അതിന് സംസാരിക്കാൻ പറ്റുക. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ വരികയാണെങ്കിൽ നേരിട്ട് നന്നായിട്ട് സംസാരിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.